നമസ്കാരം. ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ തിരുവാതിരക്കളി കളിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് കണ്ടിട്ടത് ഒത്തിരി പേർക്ക് ഇഷ്ടമായി, നന്നായി എന്ന് പറഞ്ഞു. ചാനൽ തന്നെ കുറേ പേരത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരെ വീണ്ടും കാണണേ, എന്നിട്ട് അഭിപ്രായം പറയും. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന തലെണ്ണകളില്ലേ, അത് വെച്ചിട്ട് ഞാൻ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ പുതിയ ഷർട്ട് വാങ്ങുമ്പോൾ സ്പോഞ്ച് കിട്ടില്ലേ, അത് വെച്ചിട്ട്, പിന്നെ പഴയ പാൻറ്റൊക്കെ വെച്ചിട്ട്, അങ്ങനെ 2-3 ഐറ്റംസൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ചെയ്ത് നോക്കണം കേട്ടോ, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതെൻ്റെ ചുരിദാറിൻ്റെ പാൻറ്റാണ്, കുറച്ച് പ്രാവശ്യം ഇട്ടതാട്ടോ. അപ്പോൾ ഇതിന് ഞാനിനി വെട്ടിയിട്ട് ഞാനൊരു ഏപ്രൺ ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ലേശം കീറിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇതിന് എടുത്തിട്ട് ഏപ്രൺ ആക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ 4 പീസായിട്ടാണ് ഈ ചുരിദാർ തയ്ച്ചിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ നടും ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ വലിച്ചപ്പോൾ കിട്ടിയത്. പിന്നെ ഞാൻ മുമ്പേ തയ്ച്ച ഏപ്രണിൻ്റെ ഒരു അളവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അളവ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ വെട്ടിയെടുത്തത്. അപ്പോൾ വളരെ എളുപ്പമായില്ലേ. ഇതിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അളവോ അല്ലെങ്കിൽ മീറ്ററോ പിന്നെ സ്കെയിലോ ഒന്നും ആവശ്യമില്ല. അവനവൻ്റെ വലുപ്പം, അവനവന് വണ്ണത്തിനുണ്ടെങ്കിൽ ഇത്തിരി കൂടി വണ്ണം വെച്ചിട്ട്, വണ്ണം കുറവാണവർക്ക് അതിനനുസരിച്ചിട്ട്, പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എന്നിട്ട് നമുക്കത് തയ്ച്ചെടുക്കാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഭാഗം ഒന്നും ചെയ്യേണ്ട, കാരണം ഓൾറെഡി നാടിടാൻ വേണ്ടി മടക്കി വെച്ചതാണല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറും 2 കൈഭാഗം മാത്രം വേറെ തുണി വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് സൈഡ് അപ്പുറം ഇപ്പുറം അതും ഒന്ന് മടക്കി തയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചെറിയ നാട അതൊന്ന് തയ്ച്ചിട്ട് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുക. അത്രേ വേണ്ടൂ. ഇതിപ്പോൾ ഞാൻ ലൈനിങ് തുണി വെച്ചിട്ടാണ് എപ്പോഴും പാൻറ്റ് തയ്ക്കുക. ലൈനിങ് തുണി വെച്ചിട്ടുണ്ടെങ്കിൽ പാൻറ്റ് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നാശമാവില്ലല്ലോ. മാത്രമല്ല ഒരു ബലം കിട്ടും. നിഴലടിക്കില്ല, എനിക്ക് നിഴലടിക്കുന്ന അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും ലൈനിങ് തുണി ഒരു പകുതി വരെയൊക്കെ ഞാൻ ലൈനിങ് തുണി വെച്ചിട്ടാണ് എപ്പോഴും പാൻറ്റ് അടിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പകുതി വരെ ആ ലൈനിങ് തുണി കാണുന്നത്. നല്ലതല്ലേ, നമ്മുടെ കുറച്ചും കൂടി തുണിക്കൊക്കെ ഈട് നിൽക്കും. ഇതിപ്പോൾ ഞാൻ സൈഡ് അടിച്ചു. സൈഡ് വെറുതെ ഒന്നിങ്ങനെ മടക്കി അടിച്ചാൽ മതി. ഇതിൻ്റെ അടിയും ഞാൻ അടിക്കുന്നുണ്ട്. 2 സൈഡും അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറിയ ഇതായിട്ട് നാടയ്ക്കും തന്നെ വേണമെങ്കിൽ നല്ല വീതിയിൽ വെച്ചടിക്കാം, അല്ലെങ്കിൽ ചെറിയ വീതിയിൽ അടിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. തുണിയുടെ അവൈലബിലിറ്റിയും തോനെ തുണി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ബിസിനസ് കാര്യങ്ങൾക്കൊന്നും ആകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ വീതിയിലൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇത് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർ കുറേ പേരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏപ്രണൊക്കെ പൊതുവേ നഗരങ്ങളിലൊക്കെ ഒത്തിരി പേര് ഇത് ഉപയോഗിക്കും, ഗ്രാമങ്ങളിൽ പിന്നെ കുറച്ച് ഉപയോഗം ഒത്തിരി കുറവാണ് ആളുകൾ. അപ്പോൾ ഇത് ബിസിനസ്സാക്കുന്നവരും ഒത്തിരി പേരുണ്ട്. നമുക്ക് ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യാവുന്ന നല്ലൊരു സംരംഭമാണ് ഇത്. അപ്പോൾ കണ്ടോ, ഇത് ഞാനൊരു ചെറിയ പോക്കറ്റൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. മുമ്പിൽ നമുക്ക് കത്തിയോ അല്ലെങ്കിൽ കയ്യിൽ സ്പൂണ് ഇതൊക്കെ ഇടാൻ പാകത്തിൽ ഒക്കെ ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഷർട്ടിൻ്റെ നമ്മൾ പുതിയ ഷർട്ട് വരുമ്പോൾ അതിൻ്റെ സപ്പോർട്ടായിട്ട് വെക്കുന്ന സ്പോഞ്ച്, ആ സ്പോഞ്ച് കീറിയെടുത്തു. എന്നിട്ട് ഞാനൊരു അടിയിലൊരു തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ സ്പോഞ്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ 4 പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. സ്പോഞ്ച് ആയതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു കിരിക്കിരിപ്പുണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ വേറൊരു തുണി വെച്ചിട്ട് ഒന്നും കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ആദ്യമേ ഈ സ്പോഞ്ച് എന്തിനാ അടിച്ചു കൊടുക്കുന്നതിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ പശ വെച്ചിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ അതിൻ്റെ എഡ്ജ് ചിലപ്പോൾ വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനെപ്പോഴും പശ അധികം ഉപയോഗിക്കില്ല. മാത്രമല്ല ഈ പശയൊക്കെ എടുത്തിട്ട് ഇതാക്കാൻ പോകണ്ടേ, ഇതാകുമ്പോൾ ഒരടി അടിച്ചു കൊടുത്ത കാര്യം കഴിഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ അപ്പുറം ഇപ്പുറം ബ്ലാക്ക് തുണി വെച്ചിട്ട്, ബ്ലാക്ക് അത് ഏത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ബ്ലാക്ക് എടുത്തത് കാരണം, ബ്ലാക്ക് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ സ്കെയിലൊക്കെ ഇങ്ങനെ വെച്ച് വരയ്ക്കുമ്പോൾ ഒന്ന് കാണുമല്ലോ, വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും കൂടി കാണുമല്ലോ, അതിന് വേണ്ടി ഞാൻ ബ്ലാക്ക് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഞാൻ കോണായിട്ടാണ് ഇത് വരച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കണമെന്നോ അങ്ങനെ ഡിസൈൻ കൊടുക്കണമെന്നൊന്നുമില്ല. അതപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു ഡിസൈനൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ചെയ്തു എന്നേ ഉള്ളൂ. തലങ്ങും കോണായിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല.
ഇത്തിരി കുറച്ച് നേരം ഒന്ന് അടിക്കേണ്ടി വരും. കാരണം ആ വരച്ചത് കൂടെ ഒക്കെ ഒന്ന് അടിച്ചെടുക്കണ്ടേ. കണ്ടോ, ഇപ്പം നല്ല ഭംഗിയായി. ഇനി ഇതിൻ്റെ 4 പുറത്തും വേറെ തുണി വെച്ച് അടിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്, 2 സൈഡും ജസ്റ്റ് വെറുതെ ഒന്ന് അടിച്ചു കൊടുക്കുക, മറച്ചിടുക. നമ്മൾ ഇതിനൊക്കെ ഡ്രസ്സിനൊക്കെ ചുരിദാറിൻ്റെ ഒക്കെ കഴുത്തിനൊക്കെ അടിച്ച് മറച്ചിടില്ലേ, അതുപോലെ അടിച്ച് മറച്ചിട്ടിരിക്കുകയാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിൻ്റെ പിന്നെ ആ സ്പോഞ്ച് വെച്ച തുണിയെക്കാട്ടിലും കുറച്ചധികം തുണി എടുക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ഇത് അടിക്കാൻ. അപ്പോൾ ഇതൊരു ബോക്സ് പോലെയോ, കണ്ടോ, ബോക്സ് പോലെ വരും. ബാക്കിയുള്ള തുണി അടിയിലേക്ക് വെച്ചിട്ട് വേണം ഇത് അടിക്കാൻ. അപ്പോൾ അതൊരു ബോക്സ് പോലെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ലോക്കാവും. സ്റ്റിച്ച് ലോക്കാവുമ്പോൾ ഒന്നും കൂടി വൃത്തിയായിട്ട് നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല വൃത്തിയായിട്ട് കിട്ടും. 2 ഭാഗവും അങ്ങനെ കുറച്ചധികം തുണി എടുക്കുക. ഒരു 2 സൈഡ് പാകത്തിലുള്ള തുണി എടുക്കുക, ബാക്കിയുള്ള 2 സൈഡ് കുറച്ച് അധികം എടുത്തിട്ട് അപ്പുറത്തേക്ക്, ഇതാ കണ്ടോ വീഡിയോയിൽ കാണും പോലെ അപ്പുറത്തേക്ക് കുറച്ചധികം ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് അത് കൂടെ തന്നെ ഓരോ സ്റ്റിച്ചാണ് കൊടുക്കുക. തുണി എപ്പോഴും അകത്തേക്ക് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അടിച്ച് മറയ്ക്കുമ്പോൾ അതിനൊരു വൃത്തി വരുള്ളൂ. ഇതുപോലെ അകത്തേക്ക് വയ്ക്കുക. ബാക്കിയുള്ള തുണി വീണ്ടും വീഡിയോയിൽ കാണുന്ന പോലെ അകത്തേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കതൊരു ബോക്സ് പോലെ ഇങ്ങോട്ട് കിട്ടും. ആ ബോക്സ് പോലെ ആയി കഴിയുമ്പോൾ തന്നെ നല്ല, പിന്നെ നമുക്ക് ഏത് തുണിക്കും അങ്ങനെ അടിച്ച് വരുമ്പോൾ ലോക്കാവും ചെയ്യും, സ്റ്റിച്ചിങ് നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും. ചില തുണിയൊക്കെ കണ്ടിട്ടില്ലേ, അടിച്ച സ്റ്റിച്ചൊക്കെ പുറത്ത് കാണാം. ഇതിപ്പോൾ അങ്ങനത്തെ പ്രശ്നമേ വരുന്നില്ല, സ്റ്റിച്ച് വൃത്തിയായിട്ട് വീണ് കിടക്കണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കിച്ചൺ മാറ്റായിട്ട് കൈക്കല തുണി. തന്നെ കൈക്കല തുണിയാണ് എൻ്റെ നാട്ടിലെന്നൊക്കെ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുക, ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞു. പല നാട്ടിലും പല പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല പേരാവും പറയുന്നുണ്ടാവും. എന്തായാലും എൻ്റെ നാട്ടിൽ ഇതിന് പാലക്കാട് തൃശ്ശൂർ ഭാഗത്തൊക്കെ അതിന് കൈക്കല തുണി എന്നാണ് പറയാം. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു മാച്ചായിട്ടുണ്ട്. ഇത് നമ്മൾ ഹോട്ട് പാത്രങ്ങൾ, ചായ ചോറൊക്കെ വയ്ക്കുമ്പോൾ നല്ല ചുടുന്നനുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് പിടിക്കാൻ ഉപയോഗിക്കാം. വൃത്തിയായിട്ട് അടുക്കള നമുക്ക് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. കണ്ട, സ്റ്റിച്ചൊക്കെ വീണപ്പോൾ കണ്ട നല്ല ഭംഗിയായിട്ടില്ലേ. ഇനിത് വേണമെങ്കിൽ ടേബിൾ മാറ്റായിട്ട് ഉപയോഗിക്കാം. അടിയൊക്കെ വീണപ്പോൾ സ്പോഞ്ചിൻ്റെ മുകളിൽ കൂടെ അടിയൊക്കെ വീണപ്പോൾ നല്ല ഭംഗിയില്ല. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കാണിച്ചു കൊടുക്കല്ലോ നമ്മൾ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചവിട്ടി കേട്ടോ. ഈ ചവിട്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പഴയ തലെണ്ണകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒക്കെ ഒന്ന് ചപ്പിളിയായിട്ടൊരു ഭംഗിയൊക്കെ പോകുമ്പോൾ നമ്മൾ മാറ്റി വയ്ക്കില്ലോ. അങ്ങനെ കളയാൻ തോന്നിയില്ല, കത്തിക്കാനാണ് സാധാരണ എല്ലാവരും കത്തിക്കാൻ തോന്നിയില്ല, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ആ പഞ്ഞി വെച്ചിട്ട്, പഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒരു ഉണ്ടൊക്കെ ആയിട്ടുണ്ട്, അത് കളയാതെ ഞാൻ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ചവിട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചുരിദാറിന് കേട്ടോ, പഴയത്. പിന്നെ നല്ല പഴക്കമുള്ളൊരു ചുരിദാറാണ്. അത് ഞാൻ എൻ്റെ പഴയ തുണികളൊന്നും അധികം കളയില്ല, എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചൊക്കെ ഉപയോഗിക്കും. ഇത് പൊതുവേ ഞാൻ മാറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ മാറ്റ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാറ്റ് പിന്നെ അധികം കോട്ടൺ തുണി കൊണ്ടായിട്ടില്ല മാറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന തുണി കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. ഇതിപ്പോൾ അംബ്രല കട്ടിങ്ങാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അംബ്രല കട്ടിങ് അറിയാലോ, ഒരേ അളവ് വേണം മൊത്തം എടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ 8 ഇഞ്ചോ മറ്റോട്ടേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, അവനവൻ്റെ ഇഷ്ടം. 8 ഇഞ്ചോ 8 ഇഞ്ചോ 10 ഇഞ്ചോ എത്ര ഇഞ്ചെന്ന് വെച്ചാൽ അളവ് എടുക്കുക. ആദ്യം ഒരു റൗണ്ട് ഷേപ്പിൽ തുണി അംബ്രല കട്ടിങ് പോലെ വെട്ടി, എന്നിട്ട് അത് വേറെ ഒരെണ്ണത്തിന് മുകളിൽ വെച്ചിട്ട് അങ്ങനെ 2 റൗണ്ട് ഷേപ്പിൽ 2 തുണി വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം നമ്മുടെ സ്പോഞ്ച് നിറയ്ക്കാൻ. പിന്നെ ഇത് നടു കൂടെ ഒരടി വെച്ച് കൊടുക്കണം. ഇത് ഞാൻ അടയാളം വെച്ച് കൊടുത്തിട്ട്, അടയാളം ഇപ്പോൾ സ്കെയിലൊക്കെ വെച്ചിട്ടൊരു അടയാളമൊക്കെ വെച്ചു. നടു കൂടെ ഇത് അടയാളം വെച്ചിട്ട് അതിൻ്റെ നടു കൂടെ ഈ പച്ച നാട വെച്ച് തയ്ച്ച് കൊടുക്കുക. സെൻറ്ററിൽ കൂടെ വെക്കണം കേട്ടോ, കാണുമ്പോൾ എപ്പോഴും ഒരു ഭംഗി വേണ്ടേ. ഇതിന് നാട വീതി കുറഞ്ഞൊക്കെ അടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെച്ചു. ഇനിയിപ്പോൾ ഇത് എന്താ വെച്ചതാ, 2 പീസിൽ ഞാൻ ആ പച്ച എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഏപ്രൺ അടിച്ചില്ല, അതിൻ്റെ ബാക്കിയുള്ള തുണി വെച്ചിട്ടാണ് കേട്ടോ നാടുണ്ടാക്കിയത്. ബാക്കിയുള്ള തുണി കൊണ്ടാണ് ഈ നാടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നടുവ് കൂടെ വെച്ച് കൊടുത്താൽ, ഇനി ഈ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശം പുറത്തേക്ക് വെച്ചിട്ട് വേണം അടിക്കാൻ. അപ്പോൾ ആ പച്ച നാടയുടെ മുകളിൽ കൂടെ വീണ്ടും ഓരോ അടിയും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 ബോക്സ് ആക്കുക കേട്ടോ.
അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്തിനാണെന്നുള്ളത്. 4 ബോക്സ് ആക്കി എടുക്കുക. കണ്ട 4 ബോക്സ് ആയില്ലേ? ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് പഞ്ഞി നിറയ്ക്കാം. പഞ്ഞി നിറയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുറിയുടെ പുറത്തിരുന്നിട്ടോ അല്ലെങ്കിൽ തുറസായ സ്ഥലത്ത് പോയി ചെയ്യുക. എന്തെങ്കിലും അലർജി ഉള്ളവർക്ക് പ്രശ്നമാവും. ചിലവർക്ക് ഈ പഞ്ഞിയൊക്കെ മൂക്കിലേക്ക് അടിച്ചാൽ പ്രശ്നമാവും. പിന്നെ വേറെ അലർജിയൊക്കെ ഉള്ളവർക്ക് ചെറിയൊരു പൊടി തട്ടിയാൽ പോലും പ്രശ്നമാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അത് ചെയ്യുമ്പോൾ വേറെ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചാലും മതി കേട്ടോ. ഇതിനൊന്ന് കുടഞ്ഞാലൊക്കെ അതൊക്കെ മൂക്കിലേക്ക് അടിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ മെഷീനിൽ അടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. മെഷീനിൽ ഇതിൻ്റെ പൊടി പെട്ട് കഴിഞ്ഞാൽ ലോക്കാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് നൂല് കൊണ്ടൊന്ന് 4 പുറം ഒന്ന് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ തയ്ച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഓൾറെഡി അതിൽ ഒരു ലോക്കായി കഴിഞ്ഞല്ലോ. അതിൻ്റെ മുകളിൽ കൂടെ വേണം ഈ തുണി വെച്ചിട്ട് അടിക്കാൻ. ഇപ്പം ഞാൻ ചെറിയ ഞൊറിയൊക്കെ വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. കാരണം ഇത് തുണി നീളത്തിലുള്ള തുണിയല്ല. നീളത്തിലുള്ള തുണിയാകുമ്പോൾ നമുക്കറിയാമല്ലോ അങ്ങനെ ശരിക്കും അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ഞൊറി വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇങ്ങനെ 3 സാധനമൊക്കെ ഞാൻ ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്